ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായം. വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള ക്ലാസ്സുകളായിരിക്കണം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ അനേക വിലപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങൾ പഠിക്കുവാൻ പോകുകയാണ്. പ്രത്യേകിച്ച് പഴയ നിയമം പ്രധാനമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ള വിഷയം നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിക്കും കുറച്ച് ആഴ്ചകൾക്ക് ശേഷമായിട്ട്. എന്നാൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് കർത്താവ് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകും 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് 4-ാം അധ്യായം നമ്മൾ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുവാൻ പോകുകയാണ്. മേ ഡിവൈഡ് ഇൻറ്റു 3. നോട്ട് എല്ലാവരും എഴുതിയെടുക്കണം, ആരും വെറുതെ ഇരിക്കരുത്. മസ്റ്റായിട്ട് ബൈബിൾ കൊണ്ടുവരണം. അതുകൊണ്ട് നോട്ട് എഴുതുന്നവർ എഴുതിയെടുത്താട്ട്. റോമലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 4 മേ ഡിവൈഡ് ഇൻറ്റു 3. 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുക. ദ ഫസ്റ്റ് പോർഷൻ ജീസസ് superiority to Joshua. Jesus superiority to Joshua. Hebrews chapter 4 verse 1 to 11. എബ്രായർ 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യം. 2. The power of God's word. ദൈവവചനത്തിൻ്റെ ശക്തി. Power of God's word. Chapter 4 verse 12 and 13. 12-13 വാക്യം. 3-ാമത്തെ ഭാഗം ജീസസ് our high priest. Our high priest, a great high priest. Jesus our great high priest. Verse 14 to 16. 14 മുതൽ 16 വരെയുള്ള വാക്യം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ജീസസ് superiority to Joshua. യോശുവയേക്കാൾ യേശു വലിയവൻ. ചാപ്റ്റർ 4 വേഴ്സ് 1 to 11. 2-ാമത്തെ ഭാഗം ദ പവർ ഓഫ് ഗാഡ്സ് വേർഡ്. ദൈവവചനത്തിൻ്റെ ശക്തി. വേഴ്സ് 12 and 13. 3-ാമത്തെ ഭാഗം ജീസസ് അവർ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. വേഴ്സ് 14 to 16. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുവാൻ പോകുന്ന ഹെഡിങ് നിങ്ങൾ വീണ്ടും നോട്ട് ചെയ്താട്ട് ക്രൈസ്റ്റ് superiority to Joshua. ജീസസ് superiority to Joshua. യോശുവയേക്കാൾ കർത്താവായ യേശു വലിയവൻ. ചാപ്റ്റർ 4 വേഴ്സ് 1 to 11. ഇന്ന് എന്തുകൊണ്ട് യേശു യോശുവയേക്കാൾ വലിയവെന്നുള്ള ഭാഗം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ ഞാൻ മടങ്ങി വന്ന് ചിന്തിപ്പിക്കുവാനാണ് കർത്താവ് ഞാൻ താല്പര്യപ്പെടുന്നത്. Why Jesus is greater than Joshua? എന്താണ് അതിൻ്റെ കാരണം? Why Jesus is greater than Joshua? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ പറയുന്നത് ചാപ്റ്റർ 4 വേഴ്സ് 8. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം. 4-ാം അധ്യായം 8-ാം വാക്യം. ശബ്ദമുയർത്തി വായിച്ചാട്ട്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയിരുന്നുവെങ്കിൽ വിഷയം എന്ന് പറയുന്നത് യോശുവയ്ക്ക് ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുത്തുവാൻ സാധ്യമായില്ല. യോശുവ, നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് 6 ലക്ഷം പുരുഷന്മാർ അടങ്ങിയതായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവം വാഗ്ദത്ത ദേശത്തെ കൊണ്ടുപോയെങ്കിലും അവിടെ കടക്കുവാനിടയായി തീർന്ന 2 പേര് മാത്രമാണ്. എന്നാൽ അത് ചെയ്യിക്കുവാൻ കാരണമായി തീർന്നത് യോശുവയാണ്. മോശയ്ക്ക് ശേഷം ദൈവം യോശുവയെ അതിൻ്റെ ഇസ്രായേൽ മക്കൾക്ക് ഒരു ലീഡറായിട്ട് എഴുന്നേൽപ്പിച്ച് യോശുവയാണ് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത നാട് അവകാശമാക്കി കൊടുത്തത്. എന്നാൽ യോശുവയ്ക്ക് അത് ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുത്തുവാൻ സാധ്യമായില്ല. നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വളരെ അടുത്ത് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. യോശുവ അവർക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുപോയെങ്കിലും യോശുവയ്ക്ക് ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത കൊടുക്കുവാനായിട്ട്
സാധ്യമായില്ല. പിന്നീട് എന്ത് സാധിച്ചു? എന്താണ് വായിച്ചോട്ടെ അതിന്റെ 3-ാമത്തെ വാക്യം, വേഴ്സ് 3, 3-ാമത്തെ വാക്യം. വിശ്വസിച്ചവരായ നാം അല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. യോശുവയ്ക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുവാൻ സാധ്യമാകാഞ്ഞതിന്റെ 2 കാരണമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എങ്ങോട്ട് കടക്കുന്നു? സ്വസ്ഥതയിലേക്ക് കടക്കുന്നു. അപ്പോൾ യോശുവയേക്കാൾ യേശു വലിയവൻ എന്ന് പറയുവാനുള്ള കാരണം, യോശുവയ്ക്ക് സ്വസ്ഥത വരുത്തുവാൻ സാധിക്കാതിരുന്ന സ്ഥാനത്ത് അരിമരക്ഷിതാവായ യേശുവിന് സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. ശ്രദ്ധിക്കുക പോയിന്റ്. എന്തുകൊണ്ട് യേശു യോശുവയേക്കാൾ വലിയവൻ? യോശുവയ്ക്ക് ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥത വരുത്തുവാൻ സാധിച്ചില്ല. 2 കാരണമാണ് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ ആ സാധിക്കാഞ്ഞ സ്ഥാനത്ത് യേശു ക്രിസ്തുവിന് സ്വസ്ഥതയിലേക്ക് നടത്തുവാനായിട്ട് സാധ്യമായിത്തീർന്നു. അഥവാ യേശു സ്വസ്ഥതയിലേക്ക് നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ട് യോശുവയ്ക്ക് സ്വസ്ഥത വരുത്തുവാൻ സാധ്യമായില്ല? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചാണ് ഇവരങ്ങിത്തിരിച്ചത്. ദൈവത്തിന്റെ വാഗ്ദത്തം യോശുവയ്ക്കുണ്ടായിരുന്നു. ദൈവം യോശുവയോട് കൽപ്പിച്ചു, കുഞ്ഞേ, നീ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ നാവിൽ നിന്ന് മാറിപ്പോകരുത്. അത് നിന്റെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? നീ സകലത്തിലും കൃതാർത്ഥനായിരിക്കണം. ശ്രദ്ധിക്കുക, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, ജോഷുവ ചാപ്റ്റർ 1 അതിന്റെ 8-ാമത്തെ വാക്യം, വേഴ്സ് 8. എന്നാൽ നിന്റെ, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണിത്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ കൃതാർത്ഥരായി തീരണമെങ്കിൽ എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. എന്താ അതിന് മുമ്പിൽ പറയുന്നത്? ആ മുൻപുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തീരും, യഥാസ്ഥാനപ്പെടുവാനിടയായി തീരും. എന്താ ദൈവം യോശുവയോട് പറഞ്ഞത്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നോ നിന്റെ ഹൃദയത്തിൽ നിന്നോ മാറിപ്പോരുത്. അത് ഇടവിടാതെ നീ ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി തീരും. അപ്പോൾ യോശുവയുടെ പ്രവൃത്തി സാധിപ്പിക്കണമെന്നും യോശുവ കൃതാർത്ഥനായി തീരണമെന്നും ദൈവം യോശുവയെ മോശയ്ക്ക് ശേഷം ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവം ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയമാണ്. എന്നാൽ യോശുവയ്ക്ക് ഇസ്രായേൽ മക്കൾക്ക് ഒരു സ്വസ്ഥത വരുത്തുവാൻ സാധ്യമായില്ല. എന്തുകൊണ്ട് സ്വസ്ഥത വരുത്തുവാൻ സാധ്യമായില്ല? 2 പ്രധാനപ്പെട്ട കാരണം. അതിന്റെ 1-ാമത്തെ കാരണം, most of them, the first point, most of them never entered into the land. Most of them never entered into the land. ഭൂരിഭാഗം ആൾക്കാരും ആ ദേശത്തിലേക്ക് കടന്നിരുന്നില്ല. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 8, 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. വീണ്ടും ഒരിക്കൽ കൂടെ 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഹീബ്രൂസ് 3:8. ഹീബ്രൂസ് 4:8, ഐ ആം സോറി, 4-ാം അധ്യായം 8-ാം വാക്യം. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയിരുന്നുവെങ്കിൽ യോശുവയ്ക്ക് അത് സാധ്യമായില്ല. എന്തുകൊണ്ട്? 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ചാപ്റ്റർ 3 വേഴ്സ് 18. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കൾ ഭൂരിഭാഗം ആൾക്കാരുടെ ശവം മരുഭൂമിയിൽ വീണു. അതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത്. 6 ലക്ഷം പുരുഷന്മാരടങ്ങിയ ജനത്തില് 2 പേര് മാത്രമേ വാഗ്ദത്ത നാട്ടിലേക്ക് ചെന്നെത്തുവാൻ സാധിച്ചുള്ളൂ. അഥവാ 2 പേര് മാത്രമാണ് സ്വസ്ഥതയിലേക്ക് കടക്കുവാനിടയായി. എന്നാൽ അവർക്കും സ്വസ്ഥത അനുഭവിക്കുവാൻ സാധ്യമായില്ല. എന്ത്? 2-ാമത്തെ കാരണം, the second reason, those who entered failed to find the rest. Those who entered failed to find the rest that God intended for them. That God intended for them.
those who entered failed to find the rest that God intended for them. അതാണ് എബ്രായ ലേഖനം 4-8 വാക്യം നമ്മൾ വായിച്ചത്. ഇപ്രകാരമാണ്: യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ യോശുവയ്ക്ക് എന്ത് ചെയ്തില്ലേ? ഈ വാഗ്ദത്തം നിങ്ങൾ മനസ്സിലാക്കണം. 20 വയസ്സിൽ മുകളിലോട്ടുള്ളവരെയാണ് ദൈവം മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ചത്. അതുകൊണ്ട് വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു വലിയ കൂട്ടം ജനക്കൂട്ടമായിട്ട് തന്നെയാണ് വാഗ്ദത്ത നാട്ടിൽ കടന്നു ചെന്നെങ്കിലും അവർ ദൈവം കൽപ്പിച്ച പോലെ സ്വസ്ഥതയിലേക്കാണ് അവർ കടന്നതെങ്കിലും അവർക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ അവർക്ക് സാധ്യമായില്ല. ദൈവം ആഗ്രഹിച്ച സ്വസ്ഥത അവരനുഭവിച്ചില്ല. എന്താ ദൈവം ആഗ്രഹിച്ച സ്വസ്ഥത എന്ന് പറയുന്നത്? ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അഥവാ ഭൂമിയിൽ ഒരു പാദീസയിലേക്കാണ് ദൈവം ഇസ്രായേൽ മക്കൾ, ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്ന ഓരോ വേർഡുകൾ ശ്രദ്ധിച്ചോണം. ഭൂമിയിൽ ഒരു പാദീസയിലേക്കാണ് ദൈവം ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നത്. പ്രശ്നമില്ലാത്തമായിരിക്കുന്ന നാട്, പ്രതികൂലമില്ലാത്തമായിരിക്കുന്ന നാട്, സകലതും സുഭിക്ഷമായിരിക്കുന്ന നാട്, ഒന്നിനും കുറവില്ലാത്തതും എല്ലാം സുലഭമായി ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട്ടിലേക്കാണ് ദൈവം ഇസ്രായേൽ മക്കളെ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? അവർ സ്വസ്ഥത അനുഭവിക്കുവാൻ. എന്നാൽ എന്താ അവർക്ക് സംഭവിച്ചത്? പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചു. ഒന്ന്, ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചതായിരിക്കുന്ന സ്വസ്ഥതയിലേക്ക് അവർക്ക് കടന്നു വരുവാൻ സാധ്യമായില്ല. എന്തുകൊണ്ട് സാധ്യമായില്ല എന്നുള്ളത് 2 തെളിവുകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഒന്ന്, യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യം. ജോഷുവ ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 1 and 2. യോശുവ വയസ്സെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളിച്ചെയ്തത്, ഈ വയസ്സെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും ദൈവം യോശുവയോട് പറയുന്ന ഒരു വേർഡാണ്, യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായി. നിങ്ങൾ മനസ്സിലാക്കണം, യോശുവ നല്ല യൗവനത്തിലാണ് തൻ്റെ യാത്ര തിരിച്ചത്. മോശയോടുകൂടെ കൂടാരത്തിലായിരിക്കുമ്പോൾ യോശുവയെ വെച്ച് പറഞ്ഞു, ആ യൗവനക്കാരനോ മോശയെ വിട്ടുപിരിയാതെ ആയിരുന്നുവെന്ന്. അപ്പോൾ യൗവനക്കാരനായിരുന്ന മോശ തൻ്റെ മരുഭൂ പ്രയാണത്തിൽ യൗവനക്കാരനായിരുന്നപ്പോൾ ഇപ്പോൾ വാഗ്ദത്ത ദേശത്ത് കടന്നു എന്ന് ഇപ്പോൾ ദൈവം യോശുവയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞേ, നിനക്ക് വളരെ വയസ്സ് ചെന്നു, നീ പ്രായമുള്ളവനായി എന്ന് പറഞ്ഞാൽ നീ മരിക്കാൻ തുടങ്ങുക. അപ്പോൾ മരിക്കാൻ തുടങ്ങുന്നതായിരിക്കുന്ന യോശുവയെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവപ്രകാരം പറയുകയാണ്, നീ വയസ്സ് എന്ന് വൃദ്ധനായി, എന്നാൽ ഇനിയും വളരെ ദേശം നിനക്ക് കൈവശമാക്കാം. ഇപ്പോൾ വയസ്സ് എന്ന് വൃദ്ധനായെങ്കിലും അഥവാ ഈ വാഗ്ദത്ത കനാൻ നാട്ടിൽ യോശുവ ഇസ്രായേൽ മക്കളുമായി കടന്നു ചെന്നിട്ട് ദീർഘവർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ ആ ദേശം ദൈവം ആഗ്രഹിച്ചതുപോലെ പൂർണ്ണമായിട്ട് യോശുവയ്ക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചില്ല. മനസ്സിലാവുന്നതോടെ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം കൽപ്പിച്ചു വാഗ്ദത്ത നാട്ടിൽ കൊണ്ട് എത്തിക്കുമെന്നോ അതുപോലെ തന്നെ യോശുവ വാഗ്ദത്ത നാട്ടിലേക്ക് ജനത്തെ കൊണ്ടുപോയി. എന്നാൽ ഈ വാഗ്ദത്ത നാട്ടിൽ ജനം ദീർഘവർഷങ്ങളായിരുന്നിട്ടും ദൈവം അവരോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ 7 ജാതികളെ പരിപൂർണമായി നശിപ്പിച്ച് അതിൽ ഒന്നുപോലും ശേഷിക്കാതെ ഈ പാലും തേനും ഒഴുകുന്ന കനാൻ നാട് ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചിട്ട് ഈ വാഗ്ദത്തം പിടിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു വന്ന ജനം വാഗ്ദത്ത നാട്ടിൽ അവരായിരുന്നുവെങ്കിലും അവർ ജീവിക്കുന്നത് ശത്രുവിന്റെ മധ്യത്തിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലാണ് ഇവരായിരിക്കുന്നത്, സത്യമാണ്. എന്നാൽ ഈ 7 ജാതികളെ നശിപ്പിച്ചേച്ച് ഈ ഇസ്രായേൽ മക്കൾക്ക് പൂർണ്ണമായിട്ട് ഈ ദേശം കൈവശമാകണം. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ മക്കൾ ജീവിക്കുന്നത് വാഗ്ദത്തം ചെയ്ത ദേശമാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തിലാണ്. എല്ലാം അവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അവർ ജീവിക്കുന്നത് ഏതിന്റെ മധ്യത്തില്? ശത്രു. ദാറ്റ് മീൻസ് അവർക്ക് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ പൂർണ്ണമായിട്ട് അവർക്ക് അനുഭവിക്കുവാൻ സാധ്യമായില്ല. ദൈവത്തിന് മക്കള് ഒന്ന് ഓർത്തോണമേ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം ഒരു പാരഡൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇന്ന് ഒരു വിശ്വാസി എന്ന് പറയുന്നത്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പാരഡൈസ് ലൈഫാണ്.
ഞാൻ ദൈവം അനുവദിച്ചാൽ ആ വിഷയത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഒരു വിശ്വാസിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പാരഡൈസ് ലൈഫാണ്. എന്നാൽ ആ പാരഡൈസ് ലൈഫ്, ഒരു പറുദീസ ജീവിതം അവൻ അനുഭവിക്കണമെങ്കിൽ അവൻ അത്യാവശ്യമായിട്ട് വേണ്ടത് അവൻ്റെ ചുറ്റുപാടുമുള്ള സകല ശത്രുക്കളെയും അവൻ കൊന്നുമുടിക്കാതെ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന അനുഭവം ഞാൻ നിങ്ങളും അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ എന്നെയും നിങ്ങളെയും ഈ അനുഭവത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ശത്രുവിനെ പൂർണ്ണമായിട്ട് ഞാൻ നശിപ്പിച്ച് കളയാതെ എന്നെക്കൊണ്ട് സാധ്യമാകത്തില്ല. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് വാഗ്ദത്ത നാട്ടിലാണ്. ഓൾറെഡി ഇറ്റ് ഈസ് ദ പ്രോമിസ്ഡ് ലാൻഡ്. വാഗ്ദത്തം തന്നിരിക്കുന്ന ഒരു ദേശമാണ്. ഞാൻ ജീവിക്കുന്ന അവിടെ ജീവിക്കുന്നത്, അതിൻ്റെ നന്മ ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അതിലെ സകലവിധമായ ഫലങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം അനുഭവിക്കുന്നുവെങ്കിലും ദൈവം എന്നെക്കുറിച്ച് എപ്രകാരം ഞാൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ അനുഭവിക്കുന്നില്ല. പിന്നെ എങ്ങനെ അനുഭവിക്കുന്നത്? 10 കൂട്ടം കഷ്ടങ്ങളുടെ നടുവിൽ ഒരു നന്മ, ഒത്തിരി കാലം പ്രാർത്ഥിച്ച് ഒത്തിരി ബുദ്ധിമുട്ട് കഴിയുമ്പോൾ ഒരു നന്മ, വീണ്ടും അടുത്ത പ്രശ്നം. ഓർത്തോണേ, എന്താ കാര്യം എന്നാണെന്നറിയാമോ? പലപ്പോഴും നമുക്ക് പറയും ഭയങ്കര ബന്ധനമാ. ബന്ധനം എന്തുവാണെന്നറിയാം? സ്വയബന്ധനമാ. ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കുവാൻ ദൈവശക്തിയുടെ ശക്തമായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന സ്വർഗീയ അനുഭവം ഈ ഭൂമിയിൽ അനുഭവിപ്പാൻ ദൈവം അവനെ വിളിച്ചിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രശ്നം ദൈവത്തിൻ്റെതല്ല. ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് സകല ശത്രുവിൽ ജയം തന്നിട്ടാ. എന്നാൽ പ്രശ്നമെന്ന് പറയുന്നത് ശത്രുവിന് ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്ന പറുദീസയുടെ അനുഭവം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന പറുദീസയുടെ അനുഭവം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവർ ജീവിക്കുന്നത് വാഗ്ദത്ത നാടാ. സകലതും ഇവർ അനുഭവിക്കേണ്ടതാ. പാലും തേനും ഒഴുകുന്ന ദേശമാ. ഒന്നിനും ഒരു കുറവില്ലാത്ത ദേശമാ. പക്ഷെ ഇന്നും അവരവിടെ കഷ്ടപ്പെടുക. ദൈവം വെച്ചിരുന്നതല്ല അവർ കഷ്ടപ്പെടുവാൻ. ദൈവം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിളവന്റെ സമയത്താണോ ദൈവം അവരെ കൊണ്ട് നിർത്തിച്ചത്? വിളവെങ്കിലേക്കാണോ ദൈവം അവരെ കൊണ്ട് നിർത്തിയത്? അവരെ വിളിച്ച് അടിമത്തത്തിൽ കൊണ്ടുവന്നിട്ട് വിളവിന്റെ നടുവിലെ കൊണ്ട് നിർത്തിയിട്ട് ദൈവം അവരോട് പറഞ്ഞു, കുഞ്ഞെ നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. എന്നാൽ അവർക്കത് അനുഭവിക്കുവാനായിട്ട് സാധ്യമായില്ല. കാരണം എന്നെ അവരെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് അവർക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട്. വയസ്സിൽ നമ്മൾ യോശുവയുടെ ദൈവപ്രകാരം പറഞ്ഞു, കുഞ്ഞെ നിനക്ക് പ്രായമായി, ഇനി വളരെ ദേശം നിനക്ക് കൈവശമാക്കുവാനുണ്ട്. എന്നാൽ എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ പ്രശ്നം എന്താ സംഭവിച്ചത്? ഒന്നവർ ഏറ്റെടുത്തില്ല. രണ്ടാമത്തെ പ്രശ്നം യോശുവയുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ജോഷുവ ചാപ്റ്റർ 17 വേഴ്സ് 12. എന്നാൽ മനശ്ശെയുടെ മക്കൾക്ക് ആ പട്ടണത്തിലെ നിവാസികളെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. ദൈവം എന്തോ പറഞ്ഞു നശിപ്പിക്കണമെന്ന്. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു? അവരവിടെ തന്നെ ജീവിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ ജീവിക്കുവാനായിട്ട് അനുവദിച്ചതിന് കാരണമുണ്ട്. താഴെ ആ വേർഡ് പറയുന്നുണ്ട്. നെക്സ്റ്റ് വേഴ്സ്, ഇസ്രായേൽ മക്കൾ ബലവാന്മാരായപ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഇവർ ചിന്തിച്ചു, ഞങ്ങളുടെ അടിമവേലയ്ക്ക് ഇവർ യോഗ്യരാണെന്ന്. ഇവർ പോലും മനസ്സിലാക്കിയില്ല അടിമവേലയ്ക്ക് വെച്ചിരിക്കുന്ന ഈ ജനമായിരിക്കും അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്നുള്ളവർ ചിന്തിച്ചില്ല. എന്താ ഇവരുടെ ജീവിതത്തിൽ വന്ന പ്രശ്നം? യോശുവയ്ക്ക് സ്വസ്ഥത വരുത്തുവാനായിട്ട് സാധ്യമായില്ല. ദൈവം യോശുവയെ കൊണ്ടുചെന്നത്, ദൈവം യോശുവയെ അനോയിന്റ് ചെയ്തത് ഈ ജനത്തിന് വാഗ്ദത്ത ദേശം കൊടുക്കുവാൻ, സ്വസ്ഥതയിലേക്ക് അവരെ കടത്തുവാൻ. എന്നാൽ ഇവർക്ക് അവിടെ കടന്നു നിന്നിട്ടും സ്വസ്ഥത അനുഭവിക്കുവാൻ സാധ്യമല്ല. 2 കാരണമാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, അവർ പലർക്കും വാഗ്ദത്ത ദേശത്തേക്ക് ചെന്നെത്തുവാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാരണം, ചെന്നെത്തിയെങ്കിലും അവർക്കതിൻ്റെ അനുഭവം ദൈവം ആഗ്രഹിക്കുന്ന പോലെ പൂർണ്ണമായിട്ട് അനുഭവിപ്പാൻ നിങ്ങളിത് മനസ്സിലാക്കണം. ഈ വേർഡ്, പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേൽ മക്കൾ അന്ന് അനുഭവിച്ചില്ല എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം
ദൈവം വെച്ചിരിക്കുന്ന ആ പാരഡൈസിൻ്റെ പർദീസയുടെ അനുഭവത്തിൽ നിൽക്കുവാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, അനുഭവം ഞാൻ അനുഭവിക്കുവാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, അനുഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഞാനാണ്, നാം ആണെന്നുള്ളത് വ്യക്തമായിട്ട് അങ്ങ് ഓർത്തോണം. അങ്ങനെയെങ്കിൽ ഈ നാളുകൾ വേണ്ടത് എന്നാണെന്നറിയാം, അതിന്മേലൊരു ജയമായി എടുക്കേണ്ടത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സെൽഫായിട്ടൊരു വിജയം എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സകല മേഖലകളിൽ അവൻ വിജയാളിയായിരിക്കും. ഈ വേർഡ് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, ഒരു ദൈവ പൈതൽ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വിടുതൽ, ആത്മീയ ജീവിതത്തിൽ അവനൊരു വിടുതൽ അവൻ അനുഭവിക്കുന്നുവെങ്കിൽ അവൻ്റെ ഏത് മേഖലകളിലും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഏത് മേഖലകളിലും, ഒരൊറ്റ മേഖലകളിൽ പോലും ഒരു ദൈവ പൈതലിനെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. കാരണം എന്നാണെന്ന് അറിയാമോ, അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതല്ല. അവൻ്റെ പ്രശ്നം കന്നുകാലി ഗോശാല ഉണ്ടായിരിക്കത്തില്ലെങ്കിലും ഒരു ദൈവ പൈതൽ യഹോവയിൽ ആനന്ദിക്കുന്നവനായിരിക്കും. ആനന്ദിച്ചാലുള്ള ബെനിഫിറ്റ് എന്നാണെന്നറിയാം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, യഹോവെങ്കിലെ സന്തോഷമാണ് നിന്റെ ബലമായിരിക്കുന്നത്. ഞാൻ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം തൻ്റെ ബലം എൻ്റെ മേൽ പകർന്നു തരിക. ദൈവം എൻ്റെ മേൽ പകരപ്പെടുന്നതായിരിക്കും. ദൈവത്തിൻ്റെ ബലം കൊണ്ട് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ ഞാൻ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ അല്ല മുൻപോട്ട് കടന്നു പോകേണ്ടത്. യുദ്ധം ചെയ്യേണ്ട സ്ഥാനത്ത് യുദ്ധം ചെയ്യണമെന്നാൽ നിനക്ക് വേണ്ടത് ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ബലം അനുഭവിക്കുവാൻ ഒരു ദൈവത്തിൽ ആഗ്രഹിക്കേണ്ടതും കാത്തിരിക്കേണ്ടതും ആവശ്യമായ കാര്യം. എന്താ ഇവിടെ സംഭവിച്ചത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യോശുവയ്ക്ക് വാഗ്ദത്തം നിവർത്തി. ആ യോശുവയ്ക്ക് അവർക്ക് സ്വസ്ഥത കൊണ്ടുവരാൻ സാധ്യമാകാഞ്ഞതുകൊണ്ട് ആകാഞ്ഞ സ്ഥാനത്ത് ഇവിടെ നമ്മുടെ അരിമരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുകയാണ്. അതെ, ഇനി സ്വസ്ഥത പ്രവേശിക്കുവാനുള്ള, സ്വസ്ഥതയിലേക്ക് കടക്കുവാൻ വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നുണ്ട്. വായിച്ചാട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, വേഴ്സ് 1. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. അവിടെ പറയും, നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്നോ വരാതിരിപ്പാൻ നിങ്ങൾ ഭയപ്പെടുക. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ഒരു സ്വസ്ഥതയിലേക്ക് കടക്കുന്നു. സ്വസ്ഥതയിലേക്ക് കടത്തുന്നു. ആര് കടത്തുന്നു? യേശു കടത്തുന്നു. അതുകൊണ്ട് യോശുവേക്കാൾ വലിയവനായി. യോശുവയ്ക്ക് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാധ്യമായി. ഇന്ന് രാത്രി ഞാൻ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശബത്തിനെ കുറിച്ച് ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സാബത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശബത്ത് നമ്മൾ കൂടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ശബത്ത്. ശബത്ത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ശബത്തിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കുള്ളൂ. എന്താണ് ശബത്ത്? നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമം എല്ലാം നിഴലായിട്ടും പുതിയ നിയമം അതിൻ്റെ പൊരുളായിട്ടും കാണിക്കുന്നു. എന്താണ് ശബത്ത്? ശബത്ത് എന്നുള്ള വാക്കിന് ദ ഡെഫിനിഷൻ ഓഫ് ശബത്ത് ഒന്ന് നോട്ട് ചെയ്താട്ട്. ഡെഫിനിഷൻ ഓഫ് ശബത്ത് പ്രധാനമായിട്ട് ശബത്ത് എന്നുള്ള വാക്കിന് അതിൻ്റെ 2 ഗ്രീക്ക് വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വേർഡ് നോട്ട് ചെയ്താൽ, നിങ്ങൾ സ്പെല്ലിംഗ് നോട്ട് ചെയ്താൽ, KATAPAUSIS, കറ്റാപ്പസസ്. KATAPAUSIS. ആ വേർഡിന് മീനിങ് സീസേഷൻ ഫ്രം ലേബർ, ജോലിയിൽ നിന്ന് വിരമിക്കുക. സീസേഷൻ ഫ്രം ലേബർ ഓർ റെസ്റ്റ് അഥവാ വിശ്രമം. അത് പ്രധാനമായിട്ട് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ദ വിയറി ബോഡി മേ ബി റെസ്റ്റഡ്. ക്ഷീണിച്ചിരിക്കുന്ന ശരീരത്തിന് ഒരു വിശ്രമം. ശബത്ത് എന്നുള്ള വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് റെസ്റ്റ്, വിശ്രമം അഥവാ സ്വസ്ഥത. അത് 2 ചിന്തകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചിന്തയാണ് ക്ഷീണിച്ചിരിക്കുന്ന ശരീരത്തിന് ഒരു വിശ്രമം. സെക്കൻഡ് വേർഡ് സബാറ്റിസ്മോസ്, SABBATISMOS, SABBATISMOS. ആ വേർഡിൻ്റെ മീനിങ് റെസ്റ്റ് ഫ്രം ടോയിൽസ് ആൻഡ് ട്രബിൾ. Rest from toils and trouble in the life to come. വരുവാനുള്ള ലോകത്തിൽ ഇപ്പോഴത്തെ കഷ്ടതകൾ, പ്രയാസങ്ങൾ മാറ്റപ്പെടുന്നതായിരിക്കുന്ന ആ വരുവാനുള്ള ലോകത്തിൽ നാം അനുഭവിക്കുന്ന അനുഭവം. മീൻസ്
means rest from toils and trouble in the life to come. Hebrews chapter 4 verse 9. ആദ്യത്തേത് യെശയ്യാ chapter 58 verse 3, first one. യെശയ്യാ chapter 58 verse 13. യെശയ്യാവ് 58:13. രണ്ടാമത്തെ ഭാഗം എബ്രായർ 4:9. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 5 വിധ സ്വസ്ഥത ശാബത്തിനെ ചൂണ്ടിക്കാണിക്കുന്നു. 5 kinds of rest are mentioned in the Bible. 5 വിധ സ്വസ്ഥത എന്ന് പറയുന്നത് ശാബത്ത്. 5 വിധ ശബത്ത് അനുഭവത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ദ ഫസ്റ്റ് ശബത്ത്, ഒന്നാമത്തെ ശബത്ത്. ഇതിനെല്ലാം പ്രാക്ടിക്കലായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ഒന്നാമത്തെ ശബത്ത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 2. ഉൽപ്പത്തി 2:2 ഒന്ന് വായിച്ചാട്ട്. ശബ്ദം. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം, യെസ് വായിച്ചാട്ട്. ദൈവം 7-ാം ദിവസം നിവൃത്തനായി. താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ദൈവം വേർപെട്ടു, ദൈവം നിവൃത്തനായി. എന്തിനാണ് ദൈവം നിവൃത്തനായത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ 6 ദിവസം ദൈവം അധ്വാനിച്ചതിൻ്റെ ക്ഷീണം തീർക്കാനല്ല ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം തൻ്റെ പ്രവൃത്തി മുഴുവൻ തീർന്നു. ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സൃഷ്ടിപ്പാനായിട്ട് ദൈവം ആഗ്രഹിച്ചതായിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ സകല പ്രവർത്തനങ്ങളും അവിടെ വെച്ച് കഴിഞ്ഞു. എല്ലാം ദൈവം തീർത്തു. സൃഷ്ടിക്കേണ്ടതായിരിക്കുന്ന മുഴുവൻ ദൈവം അവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി അഡീഷണൽ ആയിട്ട് ഒന്നും തന്നെ സൃഷ്ടിക്കുവാനില്ല. വേദപുസ്തകം പറയുന്നു, തൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ദൈവം നിവർത്തിച്ച ശേഷം, ദൈവം തൻ്റെ പ്രവൃത്തി മുഴുവൻ നിവർത്തിച്ചു. ദൈവം നിവർത്തിച്ചതിന് ശേഷം 7-ാം ദിവസത്തിലേക്ക് ദൈവം കടന്നു വന്നിട്ട് ദൈവം പറഞ്ഞു, ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥനായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കണം ദൈവം സ്വസ്ഥനായിരുന്നത്? ദൈവം സ്വസ്ഥനായിരിക്കുന്നതിന് മുമ്പ് ദൈവത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു സാറ്റിസ്ഫൈഡ് ഹാർട്ടോടുകൂടെ, അഥവാ തൻ്റെ പ്രവർത്തനത്തിൽ സംതൃപ്തനായിരിക്കുന്ന ദൈവമാണ് 7-ാം ദിവസത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീർന്നത്. ശ്രദ്ധിക്കുക വേർഡ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് നമ്പർ 31. അത് എത്രയും നല്ലതെന്നോ ദൈവം കണ്ടു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരു വിശ്രമത്തിന് വേണ്ടി, ഉറങ്ങുവാൻ അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി അല്ല ദൈവം ഇവിടെ മാറിയിരുന്നത്. ദൈവം ചെയ്ത എന്തിനു വേണ്ടിയാ? ദൈവം തന്നെ താൻ ചെയ്യേണ്ടതായിരിക്കുന്ന സകല പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട്, വിത്ത് ഫുൾ സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും നന്നായിട്ട് ദൈവം ചെയ്തതിൻ്റെ സംതൃപ്തമായിരിക്കുന്ന ഒരു മനസ്സോടുകൂടിയാണ് സ്വസ്ഥതയാണ്, ദൈവത്തിന് ശബത്താണ്. അപ്പോൾ ഇവിടെ വെച്ച് ദൈവം ഇസ്രായേൽ മക്കൾക്ക് അത് ഉടമ്പടിയായിട്ട്, ഒരു നിയമമായിട്ട് കൊടുക്കുവാനായിട്ട്. എന്താണ് ഈ ശബത്തിൻ്റെ അർത്ഥം? നമ്മൾ പഠിക്കുന്നത്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു ഉടമ്പടിയായിട്ട് ഒരു ശബത്ത് കൊടുത്തപ്പോൾ, ഒരു കൽപ്പനയായിട്ട് ശബത്ത് കൊടുത്തപ്പോൾ എന്താണ് ദൈവം അതിൽ കൂടെ അർത്ഥമാക്കിയത്? ആദ്യം ഞാൻ പറഞ്ഞത്, ദൈവം ഒരു ശബത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ വാട്ട് ഗാഡ് മീൻ, എന്താണ് ദൈവം അർത്ഥമാക്കിയത്? ഞാൻ അന്ന് പറയുണ്ടായി. അതിന്റെ കാരണം എന്ന് പറയുന്നത്, മനുഷ്യ നീ 6 ദിവസം വേല ചെയ്യ്, 7-ാം ദിവസം നീ സ്വസ്ഥമായിരിക്കുക. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഈ ശബത്ത് പറഞ്ഞപ്പോൾ എന്താണ് ദൈവം അതിൽ കൂടെ മീൻ ചെയ്തത്? ഫസ്റ്റ് വൺ വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇത്രയും കാര്യങ്ങൾ അവർ അതിന്റെ മീനിങ് ആയിട്ട് അവർ മനസ്സിലാക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 11. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും പ്രൈസ് ഗോഡ്. ഒന്നാമത് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. 6 ദിവസം കൊണ്ട് ദൈവം സകലത്തെയും ഉളവാക്കിയതിനു ശേഷം 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അപ്പോൾ ഇവർ ഈ ശബത്ത് അനുഭവം അനുഭവിക്കുമ്പോൾ ഇവർ വെറുതെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിച്ച ഒരു മീനിങ് ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ മീനിങ് അവർ മനസ്സിലാക്കണം, God is the creator and he creates everything. ദൈവം സൃഷ്ടാവാണെന്നും അവന്റെ സൃഷ്ടിയാണ് സകലതും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ അർത്ഥം.
ഇവർ ഓരോ പ്രാവശ്യവും വിശ്രമത്തിൽ ശബത്ത് 7-ാം ദിവസത്തിലേക്ക് കടന്നു വന്ന് അവർ ശബത്തിന്റെ അനുഭവം അനുഭവിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ ദൈവം ഈ ശബത്ത് അനുഭവം അനുഭവിക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തു? ദൈവം സകലത്തെയും സൃഷ്ടിച്ചു, എല്ലാം മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ എന്താണ് ഇവർ മനസ്സിലാക്കുന്നത്? ഈ ശബത്ത് അനുഭവം അവർ അനുഭവിക്കുമ്പോൾ അതിൽ കൂടെ അവർ അർത്ഥമാക്കുന്നത് ഒരു സൃഷ്ടാവാം ദൈവത്തെ അവർ കാണുകയാണ്. രണ്ടാമത്തത് എന്താണ്? ആവർത്തന പുസ്തകം 5-ാം അധ്യായം 14-15 ഒരു ശബത്ത് അനുഭവം ഇസ്രായേൽ മക്കൾ അനുഭവിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ. ആവർത്തന പുസ്തകം Deuteronomy chapter 5 verse 14 and 15 14-15 വാക്യം. രണ്ടാമത്തെ വിഷയം, ഒരു ശബത്ത് അനുഭവം അവർ അനുഭവിക്കുമ്പോൾ രണ്ടാമത് അവർ മനസ്സിലാക്കുന്നത് they were slaves in Egypt. അവർ മിസ്രൈമിൽ അടിമകളായിരുന്നു. 5-ാം അധ്യായം 17-18 വാക്യം. they were slaves. ഇസ്രായേൽ മക്കൾ ഈ ശബത്ത് അനുഭവിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗ്ഗത്തിലെ ദൈവം അവർ കൊടുത്ത ഒരു ഉടമ്പടിയാണ്. പക്ഷെ അവരത് ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് ഞങ്ങൾ ആരായിരുന്നു? ഞങ്ങൾ മിസ്രൈം ദേശത്ത് അടിമകളായിരുന്നു. അതുകൊണ്ട് അവരെന്താ ചെയ്യിക്കുന്നത്? അവർ വെറുതെ അല്ല ചെയ്യുന്നത്. നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരും. പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യേണ്ട കാര്യത്തിലേക്ക് കടന്നു വരും. അതിൽ കൂടെ അവർ മനസ്സിലാക്കുന്നത് അവരുടെ വീട്ടിൽ അവരൊരു വേല ചെയ്യത്തില്ല, അവരുടെ കുടുംബത്തിലുള്ളൊരു വേല, അവരുടെ വേലക്കാരിയോ ദാസനോ ദാസിയോ ആരെ കൊണ്ടും ഒരു വേല ചെയ്യിക്കുന്നില്ല. എല്ലാം സ്വസ്ഥമായിരിക്കുക. അതിൻ്റെ അർത്ഥം ദൈവത്തോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്, നീ പണ്ട് മിസ്രൈമിൽ ആരായിരുന്നു? 7 ദിവസവും അടിമപ്പണി ചെയ്തവനാ. നീ വിശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ അത് ഓർക്കണം. നീ കഴിഞ്ഞ 7 ദിവസവും അന്ന് അടിമപ്പിടിച്ച് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്നാണ് സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ നീട്ടിയ ഭുജം കൊണ്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് ഈ അനുഗ്രഹങ്ങൾ നിനക്ക് അനുഭവിപ്പാൻ തരുന്നത്. നീ ഇന്ന് വിശ്രമത്തിന് വേണ്ടി എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന ദാനമാ. ഒരിക്കൽ നീ അത് അനുഭവിച്ചതല്ല. എന്നാൽ ഇന്ന് ദൈവം കൃപ തോന്നി നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പോൾ രണ്ടാമത് അവർ ഓർക്കുന്ന കാര്യമാണ് ഇത്. എന്താ അവർ ചെയ്യുന്നത്? ഞങ്ങൾ ഒരിക്കൽ അടിമകളായിരുന്നു. മൂന്നാമത് അവർ മനസ്സിലാക്കുന്നത് എന്താ? അവർ മനസ്സിലാക്കുന്നത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 12 വാക്യം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സ് 12. യഹോവ പിന്നെയും മോശെയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 31 വേഴ്സ് നമ്പർ 12 വാക്യം നോട്ട് ചെയ്താട്ട്. 16 and 17 എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 12. പുറപ്പാട് 20-12. ഈ വാക്യം ഞാൻ ഒരു വാക്യം മാത്രം വായിപ്പിച്ച ആ വാക്യപ്രകാരം പറയുന്നു. അവിടെ പറയുന്ന വേർഡ് പ്രകാരമാണ്, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നുവെന്ന് അറിയേണ്ടതിന് അത് തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരടയാളം. ഇറ്റ്സ് എ കവനന്റ് സൈൻ. ശബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉടമ്പടിയുടെ അടയാളമാണ്, ഒരു കവനന്റ് സൈൻ. മൂന്നാമത്തെ മീനിങ്. അപ്പോൾ ഇവർ ശബത്ത് ഓരോ ആഴ്ചയും ചെയ്യുമ്പോൾ ഇവർ 3 കാര്യം അവർ ഓർക്കും. ഇതൊരു ഉടമ്പടിയുടെ അടയാളമാണ്. എന്താ ഈ ഉടമ്പടിയുടെ അടയാളം എന്ന് പറയുന്നത്? വായിച്ചാട്ട്. ഉടമ്പടി അടയാളം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നമുക്കൊരു ഉടമ്പടി അടയാളത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ജനസിസ് ചാപ്റ്റർ 17 വേഴ്സ് 11. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൽ ദൈവം ഈ അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയാണ് സർക്കംസിഷൻ, പരിച്ഛേദന. എന്താണ് ആ ഉടമ്പടി വെളിപ്പെടുത്തുന്നത്? നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് പിതാവുമാകുന്നു. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം അബ്രഹാമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ ആ ഉടമ്പടിയുടെ ഒരു സൈൻ, ഒരു ഔട്ട്വേർഡ് സൈൻ ആയിരുന്നു സർക്കംസിഷൻ.
ശ്രദ്ധിച്ചോണെ ഞാൻ ഈ പറയുന്ന ഓരോ വേർഡുകൾ. എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തപ്പോൾ എന്തായിരുന്നു ഉടമ്പടി? നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. അപ്പോൾ ദൈവം എൻ്റെ ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയപ്പെടുവാൻ ഇസ്രായേൽ മക്കൾക്ക് യോഗ്യത ലഭിച്ചത്, ദൈവം ആ യോഗ്യത ലഭിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ അടയാളം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്തായിരുന്നു അടയാളം? ഇന്ന് ശരീരത്തിൽ പുറമേ വഹിക്കുന്ന ഒരു അടയാളമായിരുന്നില്ല. പിന്നെയോ ഇവര് ആഴ്ചയിൽ 7-ാം ദിവസം ശാബത്ത് ചെയ്യുവാൻ വേണ്ടി കൂടി വരുന്നു. ശബത്ത് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള അടയാളമായിരുന്നു, ഒരു കവനൻ, ഒരു ഉടമ്പടിയായിരുന്നു, ഒരു ഉടമ്പടിയുടെ നിയമമായിരുന്നു ഈ ശബത്ത് എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട് പത. നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ യെസ്, ഇത് ദൈവം എന്ത് കൽപ്പിച്ചു? ഇത് അവർക്ക് തമ്മിലൊരു ചട്ടമായിട്ടൊരു അടയാളമായി ദൈവം വെച്ചു. ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവത്തിന് ഉടമ്പടിയായിരുന്നു ദൈവം ഈ അടയാളത്തിൽ കൂടെ വെളിപ്പെടുത്തിയത്. അഥവാ ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ മക്കൾ എന്ന് വെളിപ്പെടുത്തണമായിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു? 7-ാം ദിവസം അവർ സ്വസ്ഥമായിട്ട് വിശ്രമിക്കേണ്ടത് ആവശ്യമായിരുന്നു. അഥവാ 7-ാം ദിവസത്തെ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവ ദൈവത്തിന്റെ ജനമെന്ന് വെളിപ്പെടുത്തുവാൻ 3 കാര്യങ്ങളാണ് ദൈവത്തിൽ കൂടെ വെളിപ്പെടുത്തിയത്. ഒന്ന്, അവർ മനസ്സിലാക്കിയത് ഈ ദൈവം എൻ്റെ സൃഷ്ടാവ്, അവനാണ് സകലത്തെ സൃഷ്ടിച്ചത്. 2, ഈ ദൈവം ഞങ്ങൾ അടിമകളായിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം ഞങ്ങളെ സ്വതന്ത്രരാക്കി. 3, ഈ ദൈവം ഞങ്ങളോട് കൽപ്പിച്ചതായിരിക്കുന്ന എന്തായിരുന്നു? ഒരു ഉടമ്പടി നിയമമായിരുന്നു ഈ പ്രത്യേകമായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്? പ്രായോഗികമായിരിക്കുന്ന കാര്യങ്ങൾ, ആ പ്രത്യേകത എന്തായിരുന്നു? പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറപ്പാട് 20-8 വാക്യം. വീണ്ടും ഒരിക്കൽ കൂടെ പുറപ്പാട് 20-8 വാക്യം. അപ്പോൾ ഒന്നാമത് ഒരു പ്രാക്ടിക്കലായിട്ട് ഇവർ ചെയ്യേണ്ട വിഷയമായിരുന്നു. എന്തായിരുന്നു? ആ 7-ാം ദിവസം അവര് വിശ്രമിക്കുക, സെപ്പറേറ്റ് ചെയ്യുക. ഇവിടെ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കത്തെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ ടു വർഷിപ്പ് ദ ലോർഡ്, ദൈവത്തെ ആരാധിക്കുവാൻ. ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഇവർ ചെയ്യേണ്ടത്, ഇവർ വിശ്രമിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അതാണ് അവരുടെ പ്രാക്ടിക്കൽ, അതിൻ്റെ പ്രായോഗികമായിരിക്കുന്ന പ്രാധാന്യത. ഒന്നാമത്തത്, ഇത് അവരുടെ വിശ്രമത്തിലുള്ള സ്ഥലമാണ്. 2, എന്ത് വേണം? ആവർത്തന പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആവർത്തനം 5:12 നമ്മൾ മുമ്പേ വായിച്ചതാണ്. എന്ത് വേണം? നീ വിശ്രമിക്കണം. നീ മാത്രമല്ല വിശ്രമിക്കേണ്ടത്, യുവർ ഹൗസ് ഹോൾഡ്. 3-ാമത്തെ പ്രത്യേകത, ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 verse 2. ലേവ്യ പുസ്തകം 23:2. ലേവ്യ പുസ്തകം 23:2. 7-ാം ദിവസം എന്തായിരിക്കണം? വിശുദ്ധ സഭ. അപ്പോൾ വിശ്രമം അഥവാ സ്വസ്ഥത എന്ന് പറയുന്നത്, ശാബത്ത് എന്ന് പറയുന്നത് വെറുതെ വീട്ടിയിരിക്കുവാനുള്ള ഒന്നല്ല. പിന്നെ എന്താ പറയുന്നത്? അവിടെ പറയുന്നത് വിശുദ്ധ സഭായോഗം കൂടണം. അപ്പോൾ ഇവർ ഈ പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യേണ്ട 3 കാര്യം. 1, അവർ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, 7-ാം ദിവസം ഞങ്ങൾ സ്വസ്ഥമായിരിക്കണം. 2, ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും സ്വസ്ഥമായിരിക്കണം. 3, അവർ മനസ്സിലാക്കുന്നത് 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത സഭായോഗത്തിൻ്റെ ആവശ്യകതയാണ്. ശ്രദ്ധിച്ചോണേ, ആഴ്ച ഒരിക്കലെങ്കിലും ആരാധനയ്ക്ക് പോകാത്തൊരു വ്യക്തിയെ ദൈവം എന്താ വിളിക്കുമെന്ന് ഓർത്തോണേ. സാധാരണ എല്ലാവർക്കും ജോലി കൂടുന്ന ഏത് ദിവസമാണെന്നറിയാം? വെള്ളിയാഴ്ചയാണ്. റിമെമ്പർ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്
ദൈവം അവർക്കൊരു ഉടമ്പടി കൊടുത്തപ്പോൾ ദൈവം കൊടുത്ത ഉടമ്പടിയാണ് 7-ാം ദിവസം നിങ്ങൾ വിശുദ്ധ സഭായോഗം കൂടണം. ദൈവത്തെ ആരാധിക്കുവാൻ, ഇവർ വീട്ടിലിരിക്കുവാൻ വേണ്ടിയുള്ള ദിവസമല്ലാതെ അത് ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസമാണ്. ദൈവം ഇവർ പ്രായോഗികമായിട്ട് ഇവരെ ശബത്ത് നാളിൽ ഇവർ കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ശബത്ത് ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുവാൻ അല്ല ദൈവം ആഗ്രഹം. നിങ്ങൾക്കറിയാം, ശബത്ത് ദിവസം ഇസ്രായേൽ മക്കൾക്ക് നടക്കേണ്ട ഒരു ദൂരം കൂടെ ഉണ്ട്. ആ ദൂരത്തിൽ കൂടുതൽ അവർക്ക് നടക്കുവാനായിട്ട് സാധ്യമല്ല. ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 1/2 മൈല. ഇത്രയും മാത്രമേ അവർക്ക് നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവരുടെ സിനഗോഗിന്റെ ചുറ്റുപാടുകളിൽ അവർ താമസിക്കുന്നത്. അവരുടെ പള്ളികൾ അവർക്ക് ധാരാളം പള്ളികളുണ്ട്. എന്നാൽ ഈ പള്ളി എന്ന് പറയുന്നത്, പള്ളിയും ഈ ആൾക്കാർ താമസിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2 മൈലിൽ ഒതുക്കത്തക്ക രീതിയിലായിരിക്കും, ചുറ്റുപാടുകളായിരിക്കും അവർ താമസിക്കുന്നത്. കാരണം എന്താണെന്നറിയാം, ദൈവത്തിന്റെ വചനത്തിന്റെ നിയമം പ്രമാണിക്കുവാൻ തക്കണം അവർ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം കൽപ്പിച്ചതെന്ന് ഒരടി പോലും കൂടുതൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം ഇസ്രായേൽ മക്കൾ കൊടുത്ത ഒരു കൽപ്പനയായിരുന്നു ശബത്ത് എന്ന് പറയുന്നത്. പ്രായോഗികമായിരിക്കുന്ന വശം അതായിരുന്നു. എന്താ ഇതിന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയായിരുന്നു ഇത്, അതിന്റെ എന്താണ് ദൈവം അതിൽ കൂടെ ഉദ്ദേശിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡാണ്, പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം. എന്നാൽ ദൈവം ഇതുകൊണ്ട് ആഗ്രഹിച്ച പർപ്പസ് എന്തായിരുന്നു? ദൈവം വെറുതെയാണോ ഈ ഇത് കൊടുത്തത്? ഇത് 1-ാമത്തെ വിഷയം വായിച്ചോട്ടെ. യെഹെസ്കേൽ ചാപ്റ്റർ 20 വേഴ്സ് 12. യെഹെസ്കേൽ ചാപ്റ്റർ 20, യെഹെസ്കേൽ പ്രവാചക പുസ്തകം 20-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് അവർ അറിയേണ്ടതിന്. അപ്പോൾ എന്താണ് ദൈവം ഇതിൽ കൂടെ ആഗ്രഹിച്ചു? ഇവർ ശബത്ത് നാളിൽ ഇവരെന്ത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചു? ഞാൻ പറഞ്ഞു, ശബത്ത് എന്ന് പറയുന്നത് എന്തിനുള്ള ദിവസമാണ്? സ്വസ്ഥതയ്ക്കുള്ള ദിവസമാണ്, വിശ്രമിക്കേണ്ട ദിവസമാണ്. ഈ വിശ്രമമാണെങ്കിലും എവിടെ ആയിരിക്കണം അത് സംഭവിക്കേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവ സന്നിധാനത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ സഭായോഗം കൂടുവാൻ തക്കവണ്ണം ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു ദിവസമാണോ ശാബത്ത് ദിവസം? ഈ ശാബത്ത് ദിവസത്തിൽ സഭായോഗത്തിലേക്ക് അവർ കടന്നു വരുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ദൈവം അവരോട് കൽപ്പിക്കുകയുണ്ടായി, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് നിങ്ങൾ അറിയേണ്ടതിനോ. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ടത് എന്താ? ഒരു ശബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണത്തിന്റെ ദിവസമാണ്. നോട്ട് ചെയ്താട്ട്, ഒരു ശബത്ത് എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന്റെ ദിവസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ശുദ്ധീകരണം കടന്നു വരണമെങ്കിൽ എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയാം. എന്തോ ഉണ്ടെങ്കിൽ മാത്രമേ ശുദ്ധീകരണം നടക്കത്തുള്ളൂ. എന്തുവാ ശുദ്ധീകരണം നടക്കുമ്പോൾ സംഭവിക്കുന്നത്? ഒരു ശബത്ത് നാളിൽ പോയി ഒന്ന് പ്രത്യേകിച്ച് മാറി ഇരുന്നത് കൊണ്ട് ശുദ്ധീകരണം സംഭവിക്കുമോ? ഇല്ല. പിന്നെ എന്ത് വേണം? ദൈവത്തിന്റെ വചനം അവർ കേൾക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ദൈവം കൽപ്പിച്ചത് ശബത്ത് നാളിൽ നിങ്ങൾ എന്തോ ചെയ്തോണം, വിശുദ്ധ സഭായോഗം കൂടണം. വിശുദ്ധ സഭായോഗത്തിൽ എന്തുകൊണ്ട്? അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രഘോഷണമുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രഘോഷണം എന്തിലേക്ക് അവരെ നടത്തുന്നത്? അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് ശുദ്ധീകരണത്തിലേക്ക്. അതുകൊണ്ട് വിശുദ്ധ ഈ ശബത്ത് എന്ന് പറയുന്നത് എന്തിനുള്ള ദിവസമാണ്? ഒരു ശുദ്ധീകരിക്കേണ്ട ദിവസമാണ്. അടുത്ത വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ, അടുത്ത തിങ്കളാഴ്ച കടന്നു വരുമ്പോൾ ദൈവമക്കളെ മനസ്സിലാക്കണം, വന്നതുപോലെ തിരിച്ചു പോകാനല്ല ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ കേൾക്കുന്ന വചനങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണം. ഞാൻ തികഞ്ഞവനാണ്, തികഞ്ഞവളാണെന്നുള്ള ചിന്തയോടുകൂടി അല്ല ദൈവസ്ഥലേക്ക് കടന്നു വന്നിരിക്കേണ്ടത്. തികഞ്ഞവരായിട്ട് ഒരൊറ്റ വ്യക്തിയെ പോലും ദൈവം ഇതുവരെ നിർത്തിയിട്ടില്ല. ആരും രക്ഷിതാവായ യേശുവല്ലാതെ ആരും തികഞ്ഞവരായിട്ടില്ല. ബാക്കി എല്ലാവരും അപൂർണരാണെങ്കിൽ അപൂർണരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യേകതയാണ് ഉണ്ടാകേണ്ടത്. ദൈവമേ, ഇന്ന് ഞാൻ ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണം നീ തരണമേ. ജീവിതത്തിൽ വരുത്തേണ്ടതായിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുവാൻ എന്നെ നീ സഹായിക്കണം. എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട രൂപാന്തരം വരുത്തുവാൻ എന്നെ സഹായിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ആ താല്പര്യത്തോടുകൂടെ, ആ വാഞ്ചയോടുകൂടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവം നിങ്ങളുടെ ഉള്ളങ്ങളോട് ഇടപെടുവാനിടയായി തരും. എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വന്നിരിക്കുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. നമ്മൾ പറയും, ഇത് എനിക്കുള്ളതല്ല, എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്കുള്ളതാ. ആ ആളിനെ വരെ നമ്മുടെ മനസ്സിൽ കണ്ടേച്ച് ഇന്നാളാ ഈ പണിയൊക്കെ ചെയ്യുന്നത്, ഇത് അവർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു കാരണവശാലും ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ അങ്ങനെ നീ ഏറ്റെടുക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ മാറ്റമാ വരുത്തേണ്ടത്.
ദൈവം ആഗ്രഹിക്കുന്ന ശബത്ത് എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണത്തിന്റെ ദിവസമാണ്. അവിടെയാണ് ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറയുന്നത്, വിശുദ്ധൻ ഇനി തന്നെ ശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ആ 7-ാം ദിവസം ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് എനിക്കും നിങ്ങൾക്കും വലുതാർക്ക് ശുദ്ധീകരണം വരുന്നില്ല എങ്കിൽ ആ വന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ദൈവം ഇന്ന് ആരാധിപ്പാൻ ദൈവം കൃപ തരുന്നുണ്ട്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാവ് കടന്നു വരുന്നുണ്ട്. അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് അനുഗ്രഹം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നോക്കണമേ, ഇതുകൊണ്ട് മാത്രം തികയുന്നില്ല. ഇതൊക്കെ അതിൻ്റെ പ്രാക്ടിക്കലായി, ഇതൊക്കെയും ദൈവത്തിൻ്റെ ശക്തി എവിടെ കടന്നു വന്നാലും സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരൊന്നും മറന്നു കളയരുത്, ഞാനും നിങ്ങളും ഏൽപ്പിച്ച് കൊടുക്കാത്തിടത്തോളം കാലം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ, നിമിഷങ്ങൾ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ചെന്ന് വേണം കടന്നു വരാൻ. കർത്താവിനോട്, കർത്താവേ ഇന്ന് എന്നോട് സംസാരിക്കണം, എൻ്റെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വരുമെന്നറിയാമോ? പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട്, പള്ളിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെളിയിലേക്ക് എടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നീ കടന്നു വന്ന പോലെ അല്ല പോകുന്ന രൂപാന്തരപ്പെട്ടവനായിട്ട്, രൂപാന്തരപ്പെട്ടവളായിട്ട് കടന്നു പോകാനിടയായി തീരും. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ബാക്കിയുള്ള വിഷയങ്ങൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാം.